പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ RSS പ്രചാരകനായിരുന്ന കാലത്തെക്കുറിച്ചും അതിനുശേഷം ഉണ്ടായിരുന്ന തിരിച്ചു പോന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. എൻ്റെ ഈ രണ്ടാമത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച്, എങ്ങനെ ഞാൻ RSSുമായിട്ട് ബന്ധപ്പെട്ടു എന്നതിനെക്കുറിച്ചാണ്. ഞാൻ പാലായിലെ അതിപുരാതനമായ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പ്രൈമറി വിദ്യാഭ്യാസം പാലാ ഗവൺമെൻറ് സ്കൂളിലും, ഇടക്കാലത്ത് 2 വർഷം ഇടുക്കി ജില്ലയിലെ ഒരു സ്കൂളിലും, വീണ്ടും പാലായിൽ തന്നെ തിരിച്ചെത്തി പഠനം തുടരുകയാണ് ചെയ്തത്. ഗവൺമെൻറ് സ്കൂളിലും തുടർന്ന് പാലാ സെൻറ് തോമസ് കോളേജിൽ നിന്നും ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ഞാൻ RSS പ്രചാരകനായി, മുഴുവൻ സമയ RSS പ്രചാരകനായി കേരളത്തിൻ്റെ പല ഭാഗത്തും പ്രവർത്തിച്ചിരുന്നത്. ഞാൻ 4ലോ 5ലോ പഠിക്കുന്ന കാലത്ത്, 5ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എൻ്റെ അച്ഛൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബക്ഷേത്രമാണ് പാലാ പുലിയന്നൂർ മഹാദേവ ക്ഷേത്രം. പുലിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ വന്ന് വീട്ടിൽ നിന്ന് കുളിച്ചു തൊഴുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ വരുന്നു, അമ്പലക്കുളത്ത് കുളിയെല്ലാം കഴിഞ്ഞ് ക്ഷേത്ര ദർശനത്തിന് ശേഷം അമ്പലത്തിന് മുമ്പിലുള്ള ആൽമര ചുവട്ടിൽ ഞാനിങ്ങനെ തിരിച്ചു പോകുന്നതിന് വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ആദ്യമായി ഞാനിങ്ങനെ ഒരു സന്യാസി നടന്നു വരുന്നത് കണ്ടു. സന്യാസി, അവിടെ അടുത്തൊരു രാമകൃഷ്ണ ആശ്രമമുണ്ട് അരുണാപുരത്ത്. ആ ആശ്രമത്തിലെ മഠാധിപതിയാണ് സ്വാമി രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ്, നടത്തം. ആ അമ്പലത്തിന് മുമ്പിൽ കൂടെ അദ്ദേഹം കുറച്ച് നടന്നു നടക്കുമ്പോൾ ഞാനങ്ങനെ അദ്ദേഹത്തിന് ഏകദേശം ഒരു 6 അടി പൊക്കം, 6 അടിക്ക് മിച്ചം പൊക്കമുണ്ട്, നല്ല ഉയരമുണ്ട്. തലയൊക്കെ മുണ്ടനം ചെയ്ത് മുഴുവൻ കാവ്യ വസ്ത്രം ധരിച്ചൊരു സന്യാസി. ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു രൂപം കാണുകയാണ് എൻ്റെ ജീവിതത്തിൽ. 5ൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് ഓർക്കണം. സ്വാമിജി അങ്ങോട്ട് പോയി. ഞാൻ സ്വാമിജി ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിന്നു. സ്വാമി കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്നപ്പോഴും ഞാൻ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ സ്വാമിജി എന്നോട് ചോദിച്ചു, എന്താ പേര്? ഞാൻ പറഞ്ഞു, എൻ്റെ പേര് പറഞ്ഞു, പുരുഷോത്തമൻ എന്നാണ് എൻ്റെ പേര്. എവിടെയാ വീട്, എന്താതൊക്കെ ചോദിച്ചിട്ട് പൂർണ്ണവും ചോദിച്ചു. അപ്പോൾ സ്വാമി നിൽക്കാതെ നടക്കുകയാണ് തിരിച്ച്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വിരലിൽ പിടിച്ച് ഞാനും കൂടെ നടന്നു. നല്ല ഉയരമുള്ള മനുഷ്യൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ ചെറുതാണ്. ഞാനിങ്ങനെ വിരലിൽ പിടിച്ച് കുറേ നടന്ന് ആശ്രമത്തിലെത്തിക്കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ റൂമിൽ പോയി എന്നോട് പറഞ്ഞു, പോയി തൊഴുതിട്ട് വരാൻ പറഞ്ഞു ചുരുക്കി. അപ്പം അവിടുത്തെ ശ്രീകോവിലിൽ, ആശ്രമത്തിലെ ശ്രീകോവിലിൽ രാമകൃഷ്ണ പരമഹംസദേവൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ പോയി തൊഴുത് തിരിച്ചു മടങ്ങുന്നതിന് മുമ്പ് സ്വാമിജി അങ്ങോട്ട് വന്നിട്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു പാത്രത്തിൽ 3-4 പഞ്ചസാരയെ കലർത്തിയുടെ ലഡു വേറൊരു പാത്രത്തിൽ കുറേ തീർത്ത ജലവും ഇരിക്കുന്നതാണ്. അപ്പോൾ സ്വാമിജി വന്നിട്ട് തൊഴുതുവെന്ന് ചോദിച്ചു. നമ്മൾ തൊഴുതു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലഡു എടുത്തിരിക്കുന്നത്. ആ ലഡു നല്ല രുചിയുള്ള ലഡുവായിരുന്നു.
ഞാൻ അതിന് മുമ്പ് അങ്ങനത്തെ ലഡു ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ആ ലഡു കഴിച്ചു കഴിഞ്ഞിട്ട് സ്വാമിജി അങ്ങോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ചെയറിൽ പോയിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ നോക്കിയിരുന്നു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ലഡു, എങ്ങനെയുണ്ട്? നമ്മൾ നല്ല രുചിയുണ്ട് തലയാട്ടി. ഇനിയും വേണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണമെന്നുള്ള തലയാട്ടി. എന്നാൽ എടുത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പോയി 2 കൂടെ എടുത്തു. 2 കൂടെ പോയി 2-3 കൂടെ ബാക്കിയുണ്ട്, 2 കൂടെ ബാക്കി. അപ്പോൾ ഞാനെടുത്തു കഴിച്ചു. വീണ്ടും സ്വാമി ഒന്നും വർത്തമാനമൊന്നും പറയുന്നില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്ന ഇരുന്നതും ഇനി വീട്ടിൽ പോകണ്ടേ, അമ്പലത്തിലൊക്കെ തൊഴുതു തിരിച്ചു പോകണ്ടേ, ഇനി പോകണം. ശരി എന്നാൽ പോയി വരൂ എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നിട്ട് ബാക്കി ഇരുന്ന 2 ലഡുവും കൂടെ എടുത്തുള്ളൂ. ഞാൻ അവിടെ ഒരു വയലുണ്ട്, അതിൽ കൂടെ ചാടി വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് ചെന്നിട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് ഈ അമ്പലവും ഈ ആശ്രമവും സ്വാമിയും ആശ്രമത്തിലെ ലഡുവും എനിക്കൊരു ഓർമ്മ ഇങ്ങനെ തടഞ്ഞില്ല മനസ്സിലിങ്ങനെ. രാത്രി കിടക്കുമ്പോഴല്ലാതെ ഓർമ്മ. പിറ്റേ ദിവസവും ഞാനിതുപോലെ രാവിലെ അമ്പലത്തിൽ വന്ന് കുളിച്ചു തൊഴുതു. നേരെ ആശ്രമത്തിലെത്തിയപ്പോൾ വന്നു. എന്നിട്ട് അമ്പലത്തിൽ തൊഴുതു. അപ്പോൾ എന്തെങ്കിലും കഴിച്ചോ രാവിലെ? ഞാൻ പറഞ്ഞു കഴിച്ചില്ല. അപ്പോൾ അവിടുത്തെ ഒരു അമ്മയുണ്ടായിരുന്നു. അമ്മയോട് അപ്പോൾ ജോലിക്കാരൻ ഒരാൾ വേറെ ഉണ്ടായിരുന്നു, ഗോപാലൻ നായർ. ഗോപാലൻ നായർ ഈ കുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കും, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോയി ഗോപാലൻ നായർ ദോശയും ചട്നിയും ചായയും ഒക്കെ തന്നു. വേറെ നിറച്ച് കഴിച്ചു. അപ്പം തിരിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ചുറ്റുപാടാണ്. ദോശയും ചമ്മി രാവിലെ. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല ഊണുമുണ്ട്. ഇതൊക്കെയാണ്, കൊച്ചുകുട്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം സ്വാമിയുടെ അടുത്ത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് സ്വാമിയുടെ അടുത്ത് പോയി. വീണ്ടും സ്വാമി ഒന്നും വർത്തമാനമൊന്നും പറയുന്നില്ല. അവിടെ എങ്ങനെയുണ്ട്, അവിടെ ആരൊക്കെ ഉണ്ട് പറഞ്ഞു. എങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട്, എന്നെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ ഇവിടെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടു. എന്നിട്ട് സ്വാമി ചോദിച്ചു ഇങ്ങോട്ട് പോരണമെന്ന് ചോദിച്ചു. ഞാനത് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ തല ഒടുക്കി ഞാൻ തിരിച്ചു പോയി. 2 ലഡു ഉണ്ടായിരുന്നു. അന്ന് ലഡു എടുത്തിട്ടാണ് പോയത്. വീട്ടിൽ പോയി കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഭയങ്കര മഴയാണ്. ഈ മഴയത്ത് എൻ്റെ പുസ്തകപ്പെട്ടിയും എടുത്തിട്ട് ഞാൻ നേരെ ആശ്രമത്തിലേക്ക് പോയി. ആരോടും പറഞ്ഞില്ല. അച്ഛൻ്റെ പെങ്ങന്മാരും അച്ഛൻ്റെ സഹോദരങ്ങളൊക്കെ ഉണ്ട് അവിടെ. അവരുടെ മക്കളും ഒക്കെ ഉണ്ട്. ആരോടും ഞാൻ പറയാതെ ഞാൻ ആശ്രമത്തിൽ. അപ്പോൾ അവർ അന്വേഷിച്ചു എവിടെയാണ് പോയി, ആളെവിടെ പോയി എന്നൊക്കെ പോയിട്ട്. പിന്നെ ഞാൻ അവിടെ അടുത്തൊരു ശാഖയുണ്ട്, RSSൻ്റെ ശാഖ. അവിടെ അവരന്വേഷിച്ചു. അപ്പോൾ അവിടെ ശാഖയിൽ അവിടെ ഉണ്ടായിരുന്നപ്പോൾ വന്നിരുന്നു. അപ്പോൾ 7 വയസ്സ് മുതൽ ആ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഈ കുട്ടിയുടെ പല്ല് ഇളകുന്ന സമയമാണ് 7 വയസ്സ്. അപ്പോൾ 7 വയസ്സ് മുതൽ അവിടെ ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയിട്ടില്ല ആൾ. പിന്നെ അച്ഛൻ്റെ വേറൊരു പെങ്ങളുണ്ട്. പെങ്ങളുടെ ഭർത്താവ് പോസ്റ്റ് മാസ്റ്ററാണ്. അദ്ദേഹം എങ്ങനെയോ അറിഞ്ഞു ഞാൻ ഇതുപോലെ രാമകൃഷ്ണ ആശ്രമത്തിലെത്തിയിട്ടുണ്ട്, അവിടെയാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അച്ഛനെയൊക്കെ അറിയാം. അച്ഛനൊക്കെ ഇതിനിടയിൽ എൻ്റെ അച്ഛനും ഒക്കെ ഹൈറേഞ്ചിൽ ഹൈറേഞ്ചിലോട്ട് പോയിരുന്നു. പാലക്കാർ കുറേ പേര് അങ്ങോട്ട് പോയ കൂട്ടത്തിൽ പോയതാണ്. അവിടെ ഒരു ഇടുക്കി ജില്ലയിൽ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നു അച്ഛനുള്ളത്. കുറേ കഴിഞ്ഞപ്പം അമ്മയും കൂടെ പോയിരുന്നു. അമ്മയും സഹോദരനും കൂടെ പോയി. അങ്ങനെ അവരവിടെയാണ്. അപ്പോൾ അച്ഛനെ വിവരം അറിയിക്കണമല്ലോ എന്ന് എങ്ങനെയോ അച്ഛനെ വിവരം അറിയിച്ചു. അച്ഛൻ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ശനിയാഴ്ചയും വരും, ഞായറാഴ്ച വൈകുന്നേരത്തും തിരിച്ചു പോകും. അങ്ങനെ ആ സ്കൂളിലെ വീട്ടിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയൊക്കെ ഹൈറേഞ്ചിലായിരുന്നു ആ സമയത്ത്. അപ്പം അച്ഛനോട് ഇവരൊക്കെ പറഞ്ഞ് അച്ഛൻ വന്നു. ഇവിടെ ഇങ്ങനെ താമസിച്ചാൽ ശരിയാവില്ല, ആശ്രമത്തിൽ അങ്ങനെ താമസിക്കാറുണ്ട്, നീ എന്താ അവിടെ പോകണം? അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോകാം, എനിക്കാരുടെ പിണക്കമൊന്നുമില്ല. ഞാൻ പിന്നെ അവിടെ തിരിച്ചു പോയി അച്ഛൻ്റെ പെങ്ങന്മാരോടും മക്കളോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ തിരിച്ചു വന്ന് ആശ്രമത്തിൽ താമസിച്ചു. അപ്പോൾ താമസിച്ചപ്പോൾ എനിക്കൊരു തോർത്തുമുണ്ടൊക്കെ തന്നു, ഒരു കൗബീനം തന്നു.
പൂജ പഠിക്കാൻ പറഞ്ഞു. രാവിലെ പൂ എടുക്കുക, പൂജ പഠിക്കുക. അപ്പോൾ ഒരു സ്വാമി, രാമകൃഷ്ണാനന്ദ സ്വാമിയുണ്ട്. സ്വാമി എന്നെ പൂജയൊക്കെ പഠിപ്പിച്ചു. അപ്പോൾ പൂജയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചു. വൈകുന്നേരം ഭജനയുണ്ട്, ഭജനയിൽ പങ്കെടുത്തു. രാവിലെ പൂജയും പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ. വെളുപ്പിനെ എഴുന്നേൽക്കണം. അപ്പോൾ ഒരു കുഴപ്പമുള്ള ചോദിച്ചാൽ വെളുപ്പിന് 4:30 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, 4 മണിക്ക് എഴുന്നേൽക്കണം. അപ്പോൾ വെളുപ്പിന് എഴുന്നേൽക്കും. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് പ്രഭാത പൂജയും പൂവെടുക്കലും പൂജയൊക്കെ സഹായിയായിട്ട് ഞാനും കൂടി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പം പിന്നെ അച്ഛൻ വീണ്ടും വന്നിട്ട് ഇവിടെ ഇങ്ങനെ ശരിയാ സ്വാമിയുടെ വർത്തമാനമൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്വാമിജി പറഞ്ഞു, കുട്ടിക്ക് ഇഷ്ടമാണെങ്കിൽ പോരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ ഒരു സുഹൃത്ത് ളുടെ പ്രേരണയാൽ നിർബന്ധിച്ച് എന്നെ അവിടുന്ന് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് എന്നെ ഇടുക്കി ജില്ലയിലെ ഒരു സ്കൂളിൽ കൊണ്ടുചേർത്തു. ആ സ്കൂളിൽ പോകണമെങ്കിൽ ഒരു 8-10 കിലോമീറ്റർ നടക്കണം. അടുത്തങ്ങ് സ്കൂളിലാണ്. ആദ്യം എനിക്കറിയില്ലായിരുന്നു അങ്ങനെ. അപ്പോൾ ഞാൻ ഒരു വർഷമോ റെസ്റ്റിച്ച് 1.5 വർഷം ആ സ്കൂളിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ ആരോടും പറയാതെ തിരിച്ചു പാലായ്ക്ക് വന്ന് പിന്നെ അവിടുന്ന് TC പഠിച്ച് തിരിച്ചു വീണ്ടും എന്നെ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുചേർത്തു. അങ്ങനെ ആശ്രമത്തിൽ താമസം കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 10 വർഷം ആശ്രമത്തിൽ നിന്നിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിന്നെ എനിക്ക് ഇടയ്ക്ക് മന്ത്രദീക്ഷ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ സന്യാസി ആവാൻ വന്നതല്ല, പൂജ പഠിച്ചു, മന്ത്രദീക്ഷ കിട്ടി, സന്യാസിയാണ്, ബ്രഹ്മചാരി. 10 വർഷം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാമകൃഷ്ണ വിഷയം എന്ന് ചോദിച്ചാൽ 10 വർഷം നിന്ന് കഴിഞ്ഞ് 11ാമത്തെ വർഷം കൽക്കട്ടയിൽ വേലൂർ മഠത്തിൽ വിടും. അവിടെ നിന്നാണ് സന്യാസം, കാഷായ വസ്ത്രം കൊടുക്കുന്നത്. അത് ഞാനിങ്ങനെ 10 വർഷം അടുക്കാറായി കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടുത്തെ സ്വാമിജി, വേറൊരു സ്വാമിജി തൃശ്ശൂരിൽ നിന്ന് വന്നു, പുറനാട്ടുകര, അങ്ങോട്ട് കൊണ്ടുപോയി ഒരു ദിവസം രാവിലെ അവിടുത്തെ ഒരു സ്വാമിജി എന്നെ വിളിച്ചു. സ്വാമിജി ഇവിടെ വേട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു തോർത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എൻ്റെ ശരീരത്തൊക്കെ അദ്ദേഹം നോക്കി, പലതരത്തിലും നോക്കിക്കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, നിനക്ക് സന്യാസയോഗം ഇല്ലെന്ന് പറഞ്ഞു. 10ാമത്തെ വർഷമാണെന്ന് കൂട്ടിക്കോണം.